ചാർലി കിർക്ക് എന്ന വലതുപക്ഷ ആക്ടിവിസ്റ്റിന്റെ രാഷ്ട്രീയ നേതാവിന്റെ കൊലപാതകം അമേരിക്കൻ രാഷ്ട്രീയത്തെ ചെറുതായൊന്നുമല്ല ഞെട്ടിച്ചത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത അനുയായിയും അമേരിക്കയിൽ വലിയ സ്വാധീനമുള്ള യുവാക്കളുടെ സംഘടനയായ ടേണിംഗ് പോയിന്റിന്റെ സ്ഥാപക നേതാവുമായി കിർക്ക് കൊല്ലപ്പെട്ടത് 2 ദിവസങ്ങൾക്ക് മുൻപാണ്. ട്രംപിനൊപ്പം ചേർന്ന് കടുത്ത കുടിയേറ്റ വിരുദ്ധ വംശീയ നിലപാടുകൾ സ്വീകരിച്ച വിവാദ നായകനായ കിർക്കിന്റെ മരണം നിരവധി ചോദ്യങ്ങളാണ് US രാഷ്ട്രീയത്തിൽ ബാക്കിയാക്കുന്നത്. ആ ചോദ്യങ്ങൾക്ക് കുറെ കൂടി മൂർച്ച വരാൻ പോകുന്നത് ആരാണ് കിർക്കിനെ കൊന്നത് എന്ന ചോദ്യത്തിന് ഉത്തരമാകുമ്പോഴായിരിക്കും. കൊലപാതകയെ തേടിയുള്ള അന്വേഷണത്തിന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണെന്നാണ് ഡീകോഡ് ആദ്യം പരിശോധിക്കുന്നത്. ചാർലി കിർക്കിനെ കൊന്നതാര് എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഒരു ഏകദേശ ഉത്തരം വരുന്നുണ്ട്. അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ടൈലർ റോബിൻസൺ എന്ന യുവാവിന്റെ ഒരു പടവും പുറത്തുവിടുന്നുണ്ട്. ഈ അവസാന നിമിഷമാണ് ഈ വിവരങ്ങൾ അന്തർദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടത്. അല്പസമയം മുമ്പാണ്. ടൈലർ റോബിൻസൺ എന്ന അമേരിക്കൻ പൗരൻ തന്നെയാണ്. ട്രംപും അക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. വി ഗോട്ട് ഹിം എന്ന് യുട്ടാ ഗവർണർ, എന്നുവെച്ചാൽ യുട്ടായിലെ ഒരു സർവകലാശാലയിലെ പരിപാടിക്കിടെയാണ് ചാർലി കിർക്കിന് വെടിയേൽക്കുന്നത്. യുട്ടാ ഗവർണർ സ്പെൻസർ കോക്സ് അക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. വി ഗോട്ട് ഹിം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു ഫാമിലി ഫ്രണ്ടാണ് ഇദ്ദേഹത്തെ പിടികൂടാൻ പോലീസിനെ FBI സഹായിച്ചത് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. ഈ കൃത്യം നടത്തിയതിനു ശേഷം അന്ന് രാത്രി ഈ ടൈലർ റോബിൻസൺ അദ്ദേഹത്തിന്റെ പിതാവിനോട് കുറ്റസമ്മതം നടത്തുകയും പിതാവ് അദ്ദേഹത്തിന്റെ മറ്റൊരു ബന്ധുവിനോട് പറയുകയും ആ ബന്ധു FBI വിവരം നൽകുകയും അങ്ങനെയാണ് ഇദ്ദേഹത്തെ പിടികൂടാൻ കഴിഞ്ഞത് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പ്രാഥമികമായി പുറത്തു വരുന്നത്. ഇതിന്റെയൊക്കെ കൂടുതൽ വിശദാംശങ്ങൾ വരേണ്ടതുണ്ട്. എന്തായാലും ചാർലി കിർക്കിനെ കൊന്നതാര് എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഏകദേശം ഒരു ഉത്തരമായിരിക്കുന്നു. അമേരിക്കൻ പൗരനായ ടൈലർ റോബിൻസൺ. ഇനി എന്തിനു കൊന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയാക്കുന്നത്. അതിനുള്ള ഉത്തരം വരാൻ ഇനിയും സമയമെടുക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, കൊലപാതക കസ്റ്റഡിയിൽ നിന്ന് ട്രംപ് നേരത്തെ തന്നെ ഇന്ന് രാവിലെ തന്നെ ട്രംപ് അക്കാര്യം സൂചിപ്പിച്ചിരുന്നു. ഞങ്ങളുടെ കസ്റ്റഡിയിൽ കൊലപാതകി ഉണ്ട്, ഇനി അയാളുടെ പൂർണ്ണമായ വിവരങ്ങൾ വരണം എന്ന് ട്രംപ് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ അന്തർദേശീയ മാധ്യമങ്ങൾ അക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടൈലർ റോബിൻസൺ. ശരി, രേഖാചിത്രം. ഒരു തൊപ്പിയും ഗ്ലാസും വെച്ച് ഈ കൃത്യം നടന്നതിന് പിന്നാലെ തൊട്ടടുത്ത ബിൽഡിങ്ങിലൂടെ ഒരു തൊപ്പിയും ഗ്ലാസും വെച്ച് നടന്നു പോകുന്നയാളുടെ രേഖാചിത്രം നേരത്തെ തന്നെ FBI പുറത്തുവിട്ടിരുന്നു. അതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ ഫോട്ടോയുമായി സംശയം തോന്നുന്ന ആളുകളെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകാൻ ജനങ്ങളോട് FBI അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ എങ്കിൽ കൂടിയും ഈ ഒരു പൊതുപരിപാടിയിൽ വെച്ച് ഇത്രയും സ്വാധീനമുള്ള, ഇത്രയും ഇൻഫ്ലുവൻഷ്യലായ ഒരാളെ വെടിവെച്ച് കൊന്ന് 2 ദിവസം കഴിഞ്ഞാണ് ആ പ്രതിയെ പൂർണ്ണമായും ഐഡന്റിഫൈ ചെയ്യാൻ അമേരിക്ക പോലെയുള്ള FBI പോലെയുള്ള ഒരു വലിയ സംവിധാനങ്ങളുള്ള, വലിയ സൗകര്യങ്ങളുള്ള ഒരു രാജ്യത്തിന് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും നിരാശാജനകമായൊരു കാര്യമാണ്. എന്തായാലും ഇപ്പോൾ അയാളെ പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നു എന്ന ഒരു വിവരം അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അന്വേഷിക്കുന്നത് FBI ആണ്. നേരത്തെ കാര്യം സൂചിപ്പിച്ചു. $1,00,000 പാരിതോഷികം, ഇയാളെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്നവർക്ക് $1,00,000 പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു നേരത്തെ FBI. അങ്ങനെയാണ് ഇയാളെക്കുറിച്ചുള്ള വിവരം അദ്ദേഹത്തിന്റെ ബന്ധു FBI കൈമാറുന്നതും പ്രതിയിലേക്ക് എത്തുന്നതും കസ്റ്റഡിയിലാകുന്നതും. ഇനി ഇയാളുടെ വെയർഅബൌട്ട്സ്, ഇയാളുടെ മേൽവിലാസങ്ങൾ, എന്തിനിയാൾ ചെയ്തു, എന്താണ് ഇയാൾക്ക് കിർക്കിനോടുള്ള പക, വൈരം, ശത്രുത, ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് ഇനി പുറത്തു വരേണ്ടത്. അത് വൈകാതെ തന്നെ FBI കൂടി ഡിസ്ക്ലോസ് ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. കിർക്കിന്റെ അടുപ്പക്കാരനാണോ ഈ ടൈലർ റോബിൻസൺ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം അതുമായി ബന്ധപ്പെട്ട ഒരു സംശയം ഡൊണാൾഡ് ട്രംപ് തന്നെ രാവിലെ പുറത്തുവിട്ടിരുന്നു. അതായത് ഈ കിർക്കുമായി ഏറ്റവും അടുപ്പമുള്ള, എന്ന് വെച്ചാൽ അതൊരു ഫാമിലി ബന്ധമാണോ അതോ സുഹൃത്താണോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരണം. പക്ഷേ കിർക്കുമായി ഏറ്റവും അടുപ്പമുള്ള ഒരാളാണ് ഞങ്ങളുടെ കസ്റ്റഡിയിൽ ഉള്ളതെന്നതിന് സൂചന രാവിലെ ട്രംപ് നൽകിയിരുന്നു. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതും ഈ ടൈലർ റോബിൻസൺ ഈ കിർക്കുമായി അടുത്ത ബന്ധമുള്ളയാളാണ് എന്നതിന് സൂചന തന്നെയാണ് അന്തർദേശീയ മാധ്യമങ്ങൾ നൽകുന്നത്. വംശീയത കൊണ്ടുവന്ന ശത്രുക്കളാണോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി ഉയർന്നിരുന്നത്. ഇപ്പോൾ ടൈലർ റോബിൻസണിന് ഏത് തരത്തിലുള്ള ഒരു ശത്രുതയാണ് കിർക്കിനോടുണ്ടായിരുന്നതിന്റെ വ്യക്തത വരണം. പക്ഷേ എങ്കിൽ കൂടിയും കിർക്ക് കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഏതൊക്കെ മേഖലകളിൽ കിർക്കിന് ശത്രുക്കൾ ഉണ്ടാകാം എന്നതിൻ്റെ ഒരു അന്വേഷണം FBI നടത്തിയിരുന്നു. അപ്പോൾ പല മേഖലകളിലൂടെ ആ ചർച്ചകളും അന്വേഷണവും കടന്നുപോയി. എന്ന് വെച്ചാൽ മുൻകാലങ്ങളിൽ കിർക്ക് നടത്തിയ പ്രസംഗങ്ങൾ, അദ്ദേഹത്തിന്റെ ആക്ടിവിസം, അദ്ദേഹത്തിന്റെ ടേണിംഗ് പോയിന്റ് എന്ന പാർട്ടി,
ട്രംപുമായി ചേർന്നെടുത്ത് അദ്ദേഹം എടുത്ത നിലപാടുകൾ, കുടിയേറ്റ വിരുദ്ധ നിലപാടുകൾ, പലസ്തീനെതിരെ എടുത്ത നിലപാടുകൾ, ഇസ്രായേലിനൊപ്പം ചേർന്നെടുത്ത അദ്ദേഹത്തിന്റെ സമീപനങ്ങൾ, അതെല്ലാം പല കാലങ്ങളിൽ വിമർശിക്കപ്പെട്ടതാണ്, വിവാദമായതാണ്. അപ്പോൾ ഈ മേഖലകളിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ശത്രുക്കൾ അദ്ദേഹത്തിനുണ്ടോ എന്ന സംശയവും ആ മേഖലയിലേക്കുള്ള അന്വേഷണവും ഒക്കെ FBI നടത്തിയതാണ്. തോക്കിനെ പിന്തുണച്ചയാൾ തോക്കിനാൽ എന്ന് വെച്ചാൽ അമേരിക്കൻ പൗരന്മാർക്ക് അവരുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടി എല്ലാവരും തോക്ക് കരുതണമെന്ന ആശയത്തോട് പൂർണ്ണമായും അനുകൂല സമീപനമുള്ള ആളായിരുന്നു ഈ ചാർലി കിർക്ക് എന്ന് പറഞ്ഞയാൾ. അങ്ങനെ എല്ലാവരുടെയും കയ്യിൽ ഒരു തോക്കുണ്ടാകുന്നത് നല്ലതാണെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. അങ്ങനെ ഒരാൾ ഒടുക്കം ഒരു തോക്കിനാൽ തന്നെ അദ്ദേഹത്തിന് അന്ത്യമുണ്ടാകുന്ന വിധി വൈപരീത്യം കൂടി നമ്മൾ കാണുകയാണ്. എന്ന് വെച്ചാൽ അവിടുത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ, യുട്ടാ സംസ്ഥാനത്തിൽ ഈ തോക്ക് ആളുകൾ കൈവശം വെക്കുന്ന അനുകൂലമായ സമീപനമുള്ള ഒരു സംസ്ഥാനമായിരുന്നു. അവിടെ ആ പൊതുപരിപാടിയിൽ വെച്ച് തന്നെ അദ്ദേഹത്തിന് വെടിയേറ്റു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. സംസ്കാര ചടങ്ങിന് എന്തായാലും ട്രംപ് എത്തും. കിർക്കിന്റെ സംസ്കാരം എപ്പോഴാണെന്നുള്ള കാര്യത്തിൽ വ്യക്തത ഇവരെ കുടുംബം വരുത്തിയിട്ടില്ല. പക്ഷെ എപ്പോഴായാലും ആ സംസ്കാര ചടങ്ങിൽ താൻ പങ്കെടുക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് ഇതിനകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്നുള്ളത് കിർക്കിന്റെ കൊലപാതകി, കിർക്കിനെ വെടിവെച്ച് കൊന്നയാളെ ഇപ്പോൾ പിടികൂടാൻ FBI കഴിഞ്ഞിരിക്കുന്നു. അയാളുടെ പേര് ടൈലർ റോബിൻസൺ എന്നയാളാണ്. ഇനി അറിയേണ്ടത് എന്തിനാണ് ഈ കിർക്കിനെ കൊന്നത്, എന്തായിരുന്നു ഇദ്ദേഹത്തിന് കിർക്കിനോടുണ്ടായ ശത്രുത എന്നാണ്. അക്കാര്യത്തിൽ ഒരു വ്യക്തത FBI, അമേരിക്ക, ഡൊണാൾഡ് ട്രംപ് തുടങ്ങിയവരെല്ലാം അല്പസമയത്തിനകം ഷെയർ ചെയ്യും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്.